സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക കൽപ്പനയോടും ഉർവശിയോടും ഒക്കെ സംസാരിച്ച് നിൽക്കുന്നത് ജനലിൽ കൂടി നോക്കുന്ന മുത്തശ്ശി കാണുവാണ് കേട്ടോ. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് വഴക്കിട്ട് പ്രിയങ്ക അകത്തേക്ക് കയറി വരുമായിരിക്കും. ഈ സമയം മുത്തശ്ശി ചോദിക്കണേ, അല്ല എന്തായിരുന്നു അവിടെ ഒരു ചർച്ച? ഒന്നുമില്ല മുത്തശ്ശി, ചേച്ചിയും വരണമൊക്കെ ഒക്കെ തിരിച്ചെത്തിയല്ലോ, അതിൻ്റെ സന്തോഷം പറയുമായിരുന്നു ഞങ്ങൾ. ആണോ? എന്നിട്ടോ നിൻ്റെ മുഖത്ത് ആ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാനിപ്പോൾ തന്നെ ചേച്ചിയെ കാണാനായിട്ട് ആറ്റുവാശ്ശേരിയിലേക്ക് പോകുക. അതെന്തിനാണ് നീ അങ്ങോട്ട് വന്നത്? അവരിങ്ങോട്ടല്ല വരുന്നത്. അല്ല മുത്തശ്ശി, ചേച്ചിയെ ഇനി ചിലപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വിട്ടില്ലെങ്കിലോ? എനിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ ചേച്ചിയെ കണ്ടേ പറ്റൂ. ഞാൻ പോയിട്ട് വേഗം ഓടിങ്ങ് വരാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം മുത്തശ്ശി പറയണേ, മോളെ പ്രിയങ്കയെ ഒന്ന് നിന്നേ. മുത്തശ്ശിയെ, മോളുടെ ഈ പ്രായമൊക്കെ കഴിഞ്ഞു വന്നതാണ്. കുറേ ജീവിത പരിചയവും ജീവിതത്തിൽ പലതും കണ്ടും കേട്ടും ഒക്കെ തന്നെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ മോളുടെ മുഖം കാണുമ്പോൾ ആ മുഖത്ത് സന്തോഷമാണോ ഉള്ളത്, സങ്കടമാണോ ഉള്ളത് എന്നൊക്കെ മുത്തശ്ശിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ശരി, മോള് ചെല്ലും. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് പ്രിയങ്കയ്ക്ക് വീണ്ടും ടെൻഷനാകുവാണ്. അങ്ങനെ ടെൻഷനോട് കൂടി പ്രിയങ്ക മുകളിലേക്ക് കയറി പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ ദേവൻ്റെ മടിയിൽ കിടക്കുവാണ് രാധിക. ഈ സമയം വരുണും യശോദയും മുത്തശ്ശിയൊക്കെ അരികിലുണ്ടാകും. അന്നേരം ദേവൻ പറയണേ, വരണേ മോനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മോനില്ലായിരുന്നെങ്കിൽ എൻ്റെ മോള് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുവാൻ കേട്ടോ ദേവൻ. ഈ സമയം വരുൺ പറയണേ, അച്ഛൻ എന്നോട് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, ഇതെൻ്റെ കടമ തന്നെയല്ലേ. സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അച്ഛൻ രാധികയെ നോക്കാൻ എന്നെയല്ലേ ഏൽപ്പിച്ചത്. അങ്ങനെയുള്ളപ്പോൾ രാധികയ്ക്ക് ഒരാപത്തും വരാതെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ. ഈ സമയം യശോദ പറയണേ, എന്താണെങ്കിലും മോൾ ഇനി ഇവിടെ തന്നെ നിന്നാൽ മതി, ഞങ്ങൾക്ക് നിന്നെ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ വയ്യ. അന്നേരം ദേവനും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനി മോള് സിനിമ ഷൂട്ടിങ്ങിനൊന്നും പോകണ്ട. ഷൂട്ടിങ്ങിൻ്റെ മറ്റു കാര്യങ്ങളുടെയും തിരക്കിലായിരുന്നല്ലോ ഇത്രയും ദിവസം. അങ്ങനെ തിരക്കിപ്പെട്ടു പോകുമ്പോഴാണ് വീട്ടുകാരുമൊത്ത് സമയം ചിലവഴിക്കാനും അവർക്കൊപ്പം ഒത്തുചേർന്നിരിക്കാനും ഒക്കെ കഴിയാതെ പോകുന്നത്. ഇവളിവിടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഏതു നേരത്തും ഇതുപോലെ എൻ്റെ മടിയിലും യശോദയുടെ തോളിൽ ചാലിയൊക്കെ ഇരുന്നാന്. അല്ല വരുൺ മോനെ ഞാൻ കണിമംഗലത്തേക്ക് കൊണ്ടുവന്നാക്കണോ? അതൊന്നും വേണ്ടച്ച, എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ രാധികയും കൂടി തിരികെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചത്. അവിടെ എല്ലാവരും രാധികയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണല്ലോ. ഈ സമയം മുത്തശ്ശി വരണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മോൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവൾക്കും കുഴപ്പമൊന്നുമില്ലെന്നും രക്ഷപ്പെട്ടെന്നും മോൻ തന്നെ പറഞ്ഞാൽ പോരെ. എന്നാൽ ശരി അച്ഛാ, അമ്മേ ഞാൻ എന്നാൽ ഇറങ്ങുവാണേ. അങ്ങനെ പറഞ്ഞാൽ വരുൺ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്തായിരിക്കും ഓട്ടോയിൽ പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പ്രിയങ്ക വരുണിനെ കാണുന്നതും ചോദിക്കുക, വരുണിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അധികം പരിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഞാനെന്നാ ചെന്ന് ചേച്ചി ഒന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക അകത്തേക്ക് പോകുവാണ് കേട്ടോ. പ്രിയങ്കയുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ട് എന്തോ ഒരു പന്തികേട്ട് മണത്ത് വരുണും പിന്നാലെ പോകുവാണ്. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ അകത്തേക്ക് ചെന്ന് ചേച്ചിയെന്നും വിളിച്ച് രാധികയുടെ അരികിലേക്ക് ഓടി വരുവാണ്. ഈ സമയം രാധിക എണീറ്റ് പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുവാണ്. അന്നേരം ചേച്ചിയെന്നും പറഞ്ഞ് രാധികയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ പ്രിയങ്ക. ഇത് കണ്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുവാണ്. ദേവനും യശോദയും വരും നോക്കി എന്താ സംഭവം എന്നറിയാതെ അതിശയത്തോടെ ഈ കാഴ്ച കണ്ട് നോക്കി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, ചേച്ചി ഇന്നലെ രാത്രി എനിക്കൊരുപോലെ കണ്ണടക്കാൻ പറ്റിയില്ല. കണ്ണടച്ചാൽ ചേച്ചിയുടെ മുഖം മാത്രം മനസ്സിലേക്ക് വരുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ളവർ എന്തൊക്കെയാ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞതെന്നറിഞ്ഞോ? അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ പാറക്കെട്ടിലും മറ്റും തലയിടിച്ച് പൊടി പോലും ബാക്കിയിട്ടില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കേട്ട് ഞാൻ ഒത്തിരി പേടിച്ചു. ഭഗവാനോട് ചേച്ചിയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചേച്ചിയെ തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ജീവിതം പോലും ഭഗവാന് മുന്നിൽ സമർപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ചേച്ചിക്ക് ഒരാപത്തും പറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഇവൾക്കിതെന്ത് പറ്റിയെന്നുള്ള മട്ടിൽ കണ്ണും തള്ളിയോ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്ടോ. അന്നേരം ദേവൻ പറയണേ, കണ്ടില്ലേ യശോദേ, എത്രയൊക്കെ തല്ലും വഴക്കം ഉണ്ടാക്കിയാലും ഇവൾക്ക് രാധികയോടുള്ള സ്നേഹം കണ്ടില്ലേ? ഒരു ദിവസം കാണാതിരുന്നപ്പോൾ പ്രിയങ്ക രാധികയുടെ കാര്യം ഓർത്ത് എത്ര വിഷമിച്ചു. ഇത് കാണാൻ പറ്റിയല്ലോ. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു മോളെ. നിങ്ങളെന്നും ഇങ്ങനെ തന്നെ വേണം. ഈ സമയം പ്രിയങ്കയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അന്നേരം പ്രിയങ്ക പറയണേ, അച്ഛാ ഞാൻ ചേച്ചിയെ ഇപ്പം തന്നെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകുക. അവിടെ എല്ലാവരും ചേച്ചിയെ കാണാനായിട്ട് കാത്തിരിക്കുവാണ്. എനിക്കും ചേച്ചിയുടെ കൂടെ ഇന്ന് രാത്രി മുഴുവനും ചേച്ചിയെ കെട്ടിപ്പിടിച്ചതിനെ കിടന്നുറങ്ങണം. അന്നേരം മുത്തശ്ശി വരണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേവൻ ഇനി ഇവളെ കണിമംഗലത്തേക്ക് വിടണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ മുത്തശ്ശി അങ്ങനെ പറയല്ലേ, വരുൺ കൂടി ഒന്ന് നിർബന്ധിക്കച്ഛനെ. അന്നേരം ദേവൻ പറയണേ, വേണ്ട ഇനി ആരും അപേക്ഷിക്കേണ്ട. രാധിക മോളും നിങ്ങളുടെ കൂടെ കണിമംഗലത്തേക്ക് വരട്ടെ. എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിന്നോട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്നും ഇതുപോലെ സ്നേഹത്തോടെ നിൽക്കണം. അത് കണ്ടാൽ മതി അച്ഛനും അമ്മക്കും, അല്ലേ യശോദേ? അതെ. അന്നേരം രാധിക പറയണേ, അയ്യോ അതൊന്നും വേണ്ട, ഞാൻ കണിമംഗലത്തേക്ക് പോകുന്നില്ല. അത് കേൾക്കുന്നതും യശോദ പറയണേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോള് ചെല്ല്, 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതി.
വാചേച്ചി അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക രാധികയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് വരുൺ രാധികയും പ്രിയങ്കയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം കണ്ട് മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞേ, എന്നാലും ഇവൾക്ക് ഇത് എന്തിൻ്റെ ഏട്ടാ, ഇവളുടെ തലക്ക് വല്ലാണ്ട് കിട്ടിയോ, സ്വന്തം ജീവിതം ഇവളായിട്ട് തന്നെ നശിപ്പിക്കുവാണല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തിൽ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് അച്ഛനും അമ്മയും മുത്തശ്ശിയും സൂര്യയും ബിജുവും എല്ലാവരും മുറ്റത്ത് തന്നെ വരുണും രാധികയൊക്കെ വരുന്നത് കാത്തു നിൽക്കുവാണ് കേട്ടോ. ഷോ അവരിറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ സൂര്യ എന്ന് മുത്തശ്ശി പറയുവാണ്. അന്നേരം സൂര്യ പറയണേ, എന്താണെങ്കിലും അവർക്ക് ഒരു അബദ്ധമില്ലെന്ന് അറിഞ്ഞല്ലോ. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കെ, അവരെന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത്. ഈ സമയത്ത് വരുണിൻ്റെ കാർ അവിടെ എത്തുവാണ്. കാറിൽ നിന്ന് രാധികയും വരുണും പ്രിയങ്കയൊക്കെ ഇറങ്ങുവാണ് കേട്ടോ. അവരെ കാണുന്നതും എല്ലാവർക്കും സന്തോഷമാകുവാണ്. വരുൺ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അന്നേരം പരമേശ്വരൻ വരുണിനെ കെട്ടിപ്പിടിക്കുവാണ്. രാധികയെ കാണുമ്പോൾ മുത്തശ്ശിയും ചേർത്ത് പിടിക്കുക. അതിനുശേഷം വരുൺ സങ്കടപ്പെട്ട് നിൽക്കുന്ന അമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ, എന്നെ നോക്കാൻ ഏൽപ്പിച്ച ആൾ എൻ്റെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അതാ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഞാൻ കൂടി ചാടിയത്. പിന്നെ ഞാൻ ചാടിയത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തിയോടൊപ്പമല്ലേ. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഒരാപത്തും വരുത്താതെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഈ സമയം പത്മിനി വരുണിനെ ചേർത്ത് പിടിക്കുക. എന്നാലും അമ്മ ആ കാര്യങ്ങളോർത്ത് എത്ര വിഷമിച്ചു എന്നറിയോ. ഭഗവാൻ തുണച്ചല്ലോ, രണ്ടാൾക്കും ഒരാപത്തും ഇല്ലാതെ തിരികെ തന്നില്ലേ, അത് മതി. എൻ്റെ അമ്മ, ഞാനിതുപോലെ ആരോടും ഒരു വാക്കും പറയാതെ 2-3 ദിവസം മാറി നിൽക്കാറില്ലേ, അതുപോലെ അങ്ങ് വിചാരിച്ച പോരെ. ഈ സമയം പരമേശ്വരൻ രാധികയെ ചേർത്ത് പിടിക്കുക. മോളെ, വരുൺ പറഞ്ഞത് ശരിയാ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ രാധിക മോള്. അപ്പോൾ അങ്ങനെയുള്ള മോളെ ഭഗവാൻ ഒരിക്കലും വിട്ടുകളയില്ല. ചിലതൊക്കെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടാവില്ലേ, അതുപോലെ കരുതിയാൽ മതി. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറുവാണ്. ഈ സമയം കൽപ്പന അകത്ത് നിൽക്കുന്നുണ്ടാവും. അന്നേരം മുത്തശ്ശി കൽപ്പനയോട് ചോദിക്കുക, അല്ല നീ എന്താ പുറത്തേക്ക് വരാഞ്ഞത്? ഒന്നുമില്ല, അവിടെ എല്ലാവരും സങ്കടം പറയലും മറ്റും ആയിരിക്കുമല്ലോ. ഞാനങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതും എൻ്റെ ഓരോ അടവാണെന്നല്ലേ നിങ്ങൾ പറയൂ. വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഈ സമയം പരമേശ്വരൻ പറയണേ, അല്ല വരും, ഇതിൻ്റെ പിന്നിലുള്ളവർ ആരാണെന്ന് വല്ല സൂചനയും പോലീസിന് കിട്ടുമോ? അന്വേഷണം കൂടുതൽ ശക്തമാക്കാൻ പറയണം. അന്നേരം സൂര്യൻ പറയണേ, അത് ശരിയാ, ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയവരേക്ക് തിരികെ കിട്ടിയല്ലോ, അത് കാരണം അവർ അന്വേഷണത്തിൽ അലസത കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. അന്നേരം വരണം പറയണേ, അക്കാര്യം ഞാനും തീരുമാനിച്ചതാ. എന്താണെങ്കിലും ഞാൻ സ്റ്റേഷനിലേക്ക് നേരിട്ട് തന്നെ പോയി അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ആരെയും ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ കേട്ടിട്ട് ടെൻഷനോട് കൂടി നിൽക്കുവാണ് പ്രിയങ്കയും കൽപ്പനയൊക്കെ. പിന്നീട് കാണിക്കുന്നത് രാധികേനെയും കൂട്ടി റൂമിലേക്ക് പോകുവാണ് കേട്ടോ പത്മിനി. പ്രിയങ്കയും അവരെല്ലാവരും. ആ സമയം മുത്തശ്ശി വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയണേ, വരണേ നീ വന്നേ, നിന്നോട് കുറേ കാര്യങ്ങൾ മുത്തശ്ശിക്ക് ചോദിക്കാനുണ്ട്. അന്നേരം വരണം പറയണേ, എനിക്കും മുത്തശ്ശിയുടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ജീവിതത്തിനും മരണത്തിനും ഇടയിൽപ്പെട്ട ആ നിമിഷങ്ങളിലെ കുറേ കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞ് വരുൺ മുത്തശ്ശിയോടൊപ്പം റൂമിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടന്നുറങ്ങുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം രാധിക വരുണുമായിട്ടുള്ള പ്രണയ നിമിഷങ്ങളെ സ്വപ്നം കാണുവാണ്. അന്ന് ആ കാട്ടിൽ രാധികയെ കെട്ടിപ്പിടിച്ച് വരുൺ കിടന്നുറങ്ങിയല്ലോ, ആ സംഭവങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണുവാണ് കേട്ടോ രാധിക. പിന്നീട് കാട്ടിലൂടെ ഓടുന്ന രാധികയും രാധികയുടെ പിന്നാലെ തന്നെ രാധികയെ പിടിക്കാനായിട്ട് ഓടുന്ന വരുണിനെയൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ച് കാലിൽ ഉമ്മ വെക്കുവാണ്ട് വരുൺ. പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുവാണ് രാധിക. എന്നിട്ട് ടെൻഷനോട് കൂടി രാധിക ആലോചിക്കുക, ഭഗവാനെ, എന്താ ഇതൊക്കെ, ഞാനെന്താ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്, എന്താ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്. അങ്ങനെ പറഞ്ഞ ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.